ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി, ഇച്ചിരി ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, പട്ട, ഗ്രാമ്പൂ, ഞാനൊരു ശകലം പെരിഞ്ചീരകയിലും, ഏലക്ക 2 തൊണ്ട് പൊട്ടിച്ചത്, ഒരു ശകലം കുരുമുളകും പൊടിച്ചത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ആദ്യം ഈ എല്ലാ ചട്ടി ഉപയോഗിക്കാതെ ഈ ഒരെണ്ണത്തിനകത്ത് തന്നെ ഉണ്ടാക്കും ഞാൻ. ഈ സവോള ആദ്യം വറുത്ത് കോരിയെടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് ഞങ്ങൾ ഈ അവക്കാടോ ഓയിലെടുത്ത് ശകലം ഒഴിക്കും. അതവിടെ കിടന്ന് കളിച്ചോളും. സവോളക്കത് സവോള വറുത്ത് കോരി, പരിപ്പും കിസ്മസും കൂടെ വറുത്ത് കോരി ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ടൊന്ന് കറുപ്പിച്ച്, പിന്നെ ഇഞ്ചി ഇട്ട് ആ സവോള വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ സവോളയുടെ ആ ടേസ്റ്റ് എല്ലാത്തിനും അങ്ങ് ഇറങ്ങും. എന്നാലിപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിലും രുചിയാണ്. അങ്ങനെ കറുവാപ്പട്ട ചേരുവകളെല്ലാം കൂടെ ചേർത്ത് എല്ലാം ഒരുമിച്ചിട്ട് എല്ലാം സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിട്ട് കലിക്കുമ്പോൾ ഒരു വെള്ളച്ചവയായിരിക്കും. ഇതെല്ലാം ഒരുമിച്ചാകുമ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എല്ലാത്തിനും പിടിക്കും. ഒരു ഗ്രീൻ പീസോ ഒരു ക്യാരറ്റോ ഒക്കെ നമ്മളൊന്ന് എടുത്ത് കടിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റേതായ എല്ലാ ടേസ്റ്റും ഇതേ വരും. അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചിട്ടുണ്ടാക്കുന്നത്. ചോറിന് വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നാലും ഒരല്പം ക്യാരറ്റ് പകുതി വേവ് ആകാറായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിയിടാം. അരിയുണ്ട്, കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. കുറച്ചൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കുറച്ച് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതും ഗീ റൈസ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, കുഴഞ്ഞു പോകും. അത് ബിരിയാണിക്കൊക്കെ അത് നല്ലതാണ്. ഫ്രൈഡ് റൈസിന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നെയ്യും ബട്ടറും എല്ലാം നല്ലപോലെ യോജിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പാകത്തിന് ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. കുതിർത്ത് വെച്ചതായത് കാരണം അധികം വെള്ളം വേണ്ടി വരത്തില്ല. ഇതിന് വേകാനുള്ള വെള്ളം അതിങ്ങനെ മതി വെച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ തീയിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞ് ചെറിയ തീയിൽ, ഇത് വലിയ തീയുള്ള അടുപ്പാണ്. ഇനി ചെറിയ തീയുള്ള അടുപ്പിലേക്ക് മാറ്റി വെച്ച് സിമ്മിൽ കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ അത് റെഡിയാകും. ഇത്രയേ ഉള്ളൂ. ഒരു പാത്രമേ ശരിയായിട്ട് മെനക്കെട്ടിട്ടുള്ളൂ. ഉള്ള പാത്രമെല്ലാം വലിച്ച് ചാടിച്ച് പിന്നെ അത് നെയ്യെല്ലാം പറ്റി തേച്ച് കഴുകേണ്ട ആവശ്യമില്ല. എളുപ്പത്തിന് ഈ ഒരൊറ്റ പാത്രം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇനി ഇത് റൈസ് റെഡി. കണ്ടോളൂ, പരിപാടി തീർന്നു. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇതുണ്ട്, ഒത്തിരി ഇതൊന്നും ഇടുന്നില്ല. അത്യാവശ്യം അവിടെ ഇവിടെ ഒരു ഷോയ്ക്ക് ഇടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല. അവർ പിറക്കി മാറ്റിയിട്ടാണ് കഴിക്കാറ്. പിന്നെ ഇതിനെ വെറുതെ ഇട്ട് കളയുന്നത്. കുട്ടികൾ ഇതിന് ബട്ടർ ചിക്കൻ കൂട്ടി കഴിക്കും. ഞങ്ങൾ മുതിർന്നവർ ചിക്കൻ കറി കൂട്ടി കഴിക്കും. ഇന്നത്തെ ഡിന്നർ ഇതാണ്.
അപ്പോൾ വളരെ എളുപ്പമെന്ന് പരിപാടി തീരും. കണ്ടോ, എല്ലാവരും സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് പറയണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത്. ഒരു എളിയ പരിപാടിയാണ്. എല്ലാവരും പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ